നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസംഘം ആലപ്പുഴ ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ കോടതി പാലത്തിന് സമീപം പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം നഗരസഭാധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കലവൂർ ജംഗ്ഷനിലെ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കലവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. വാർത്തകൾ വിശദമായി. ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA എച്ച് സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. സ്പൈൻ ഇൻജേർഡ് ഡിപ്പെൻഡന്റ് അസോസിയേഷൻ സിദ്ധയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ 100 കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ്, വസ്ത്രങ്ങൾ, വീൽ ചെയറുകൾ, വാക്കർ, മരുന്നുകൾ, ഡയപ്പർ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൈമാറി. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഗമായി ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. മറ്റ് പ്രയാസകരമായ കാര്യങ്ങളും പറയേണ്ടതായിട്ടില്ല. ഏത് പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ നമ്മൾ കൂടുതൽ കരുത്തരാവുക എന്നുള്ളത് തന്നെയാണ് നിശ്ചയമായിട്ട് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയ്ക്കെല്ലാം സഹായിക്കാൻ ഞങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി നിശ്ചയമായും എല്ലാ സന്ദർഭത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി ഈ സമയം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇവിടെ വേദിയിരിക്കുന്നവരും ഇതിന്റെ സഹായികളായി ചുറ്റും നിൽക്കുന്നവരെല്ലാം ഓരോ വ്യക്തിയെടുത്താലും അവരെല്ലാം അങ്ങനെ. പുന്നപ്ര JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഗമത്തിൽ ചേതന ട്രഷറർ AP ഗുരുലാൽ അധ്യക്ഷത വഹിച്ചു. സിദ്ധരക്ഷാധികാരി PU ശാന്താറാം, ട്രഷറർ കുഞ്ഞുമോൾ ജോൺകുട്ടി, VK ബൈജു, ഹസൻ M പൈങ്ങാമടം, റേച്ചൽ ലാലിച്ചൻ, V രാജൻ, S മധുകുമാർ, വിപിൻ, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ധ സെക്രട്ടറി ബാബു C വേലംപറമ്പ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് പുന്നപ്ര മധു, ബിബി, വിദ്യാനന്ദൻ എന്നിവരുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ബാലസംഘം ആലപ്പുഴ ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ കോടതി പാലത്തിന് സമീപം പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ആലപ്പുഴ ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ കോടതി പാലത്തിന് സമീപം പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ ജാതിമത വർണ്ണ പ്രാദേശിക ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ച് ശരിയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ പാതയിലൂടെ പാരമ്പര്യത്തിന്റെ നല്ല അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനുഷ്യരായി ജീവിക്കാൻ, നമ്മുടെ കുട്ടികളെ മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം പല തലങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന അനുസരിച്ച് നോക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി പോകുന്ന കുട്ടികളുണ്ട്. എന്നാൽ ഈ ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എല്ലാത്തിനെയും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും നന്മയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശാസ്ത്രീയമായ ശാസ്ത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെ അതിന്റെ അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരായി തീരുക എന്ന മഹത്തായ സാംസ്കാരിക മുദ്രാവാക്യത്തെ ജാതിമത ചിന്തകൾക്ക് അതീതമായി കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാസ്ത്രബോധവും യുക്തിചിന്തയും ചരിത്രബോധവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനും ബാലസംഘം വഹിക്കുന്ന പങ്ക് മാതൃകാപരമാണെന്ന് KK ജയമ്മ പറഞ്ഞു. ബാലസംഘം ആലപ്പുഴ ഏരിയ പ്രസിഡന്റ് റിസ്വാന രതീഷ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ഏരിയ സെക്രട്ടറി ആദിത്യ ജാസ്മിൻ പ്രവർത്തന റിപ്പോർട്ടും
ജില്ലാ പ്രസിഡന്റ് വർഷ സജീവ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കൺവീനർ KD ഉദയപ്പൻ, ജില്ലാ സെക്രട്ടറി അഭിറാം രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലേഖ, VT രാജേഷ്, M ബാബു, TA നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് ആലപ്പുഴ നഗരസഭയുടെ പ്രഥമ കുട്ടി കർഷകർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയും നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പൊന്നാടയിട്ട് ആദരിച്ചു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിൽ ബിന്നുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പദ്ധതിയുടെ ആലപ്പുഴ ടൗൺ ഏരിയ തല ഉദ്ഘാടനം ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ H സലാം MLA നിർവഹിച്ചു. KGOA ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S വേണുകുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ജില്ലാ രജിസ്ട്രാർ ജനറൽ എബി ജോർജ്, KGOA ഏരിയ ജോയിന്റ് സെക്രട്ടറി റജി ദാസ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡുകൾ നമ്മുടെ ഇടയിലുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികളുടെ മക്കൾക്കും കുടുംബത്തിനും സഹായകരമായ ഒരുപാട് സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ക്ഷേമനിധി ബോർഡ്. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അതിൻ്റെ ഡയറക്ടർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബോർഡിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ ശരിയായ ദിശയിൽ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ KG സ്റ്റാലിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ J അനിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. AITUC പ്രതിനിധികളായ കൗൺസിലർ B നസീർ, KS സലീം എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡ് ക്ലർക്ക് S സന്ദീപ് ചടങ്ങിന് നന്ദി പറഞ്ഞു. കലവൂർ ജംഗ്ഷനിലെ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കലവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കലവൂർ ജംഗ്ഷനിലെ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കലവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമായിരിക്കുന്നതെന്നും പൊടിശല്യം കാരണം സമീപ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഓട്ടോ ടാക്സി ഡ്രൈവർമാരടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നിവേദനം നൽകിയിരിക്കുന്നത്. സമിതി കലവൂർ യൂണിറ്റ് സെക്രട്ടറി V വേണു, മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ V സജി എന്നിവർ ചേർന്നാണ് കളക്ടർക്ക് നിവേദനം കൈമാറിയത്. PP ചിത്തരഞ്ജൻ MLAയും സന്നിഹിതനായിരുന്നു. പുന്നപ്ര സാഗര സഹകരണ ആശുപത്രിയിൽ H സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. സാഗര സഹകരണ ആശുപത്രിയിൽ H സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ച് സ്ഥാപിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും അമ്പലപ്പുഴ കുടുംബവേദി സാംസ്കാരിക സംഘടന സൗജന്യമായി അനുവദിച്ച 2 ഡയാലിസിസ് യന്ത്രങ്ങളുടെയും പ്രവർത്തന ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. അങ്ങനെ പോയി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഒരു തകർച്ച താങ്ങാൻ കഴിയുന്ന ഒരു തകർച്ചയല്ല. ആകെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്
ആ കുടുംബം ആ വരുമാനം കൊണ്ട് അതിന് ജീവിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഇതുപോലെ അഡീഷണലായി ഒരാഴ്ചയിൽ ഒരു 4,000-5,000 രൂപ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം വരിക എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയെല്ലാം ഒരു കുടുംബത്തിന് ഒരു വലിയ പ്രയാസമാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ മാക്സിമം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഡോക്ടർ ഗോപന്റെ നേതൃത്വത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. അവിടെ പക്ഷേ സ്ഥിരമായ ഡയാലിസിസ് കുറച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ ഒരു ടൈം കഴിയുമ്പോൾ അയക്കും. കാരണം ആശുപത്രി വിശ്രമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എൻ അരുൺ അധ്യക്ഷനായി. കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബവേദി അംഗങ്ങളായ സി രാധാകൃഷ്ണൻ, ഡോക്ടർ റോയ് ബി ഉണ്ണിത്താൻ, ദേവരാജൻ, കെ ചന്ദ്രമോഹൻ നായർ, രാജൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ പി ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ടി കെ ഗോപാലകൃഷ്ണൻ നായർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസോസിയേറ്റ് എന്നീ ട്രേഡുകളുടെ ആഭിമുഖ്യത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. എച്ച് സലാം MLA സ്കിൽ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘവർഷമെടുത്ത് പണം ഉൾപ്പെടെ മുടക്കി നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഭാഗമായി ജോലി ചെയ്യാം എന്ന് മെജോറിറ്റി ആളുകളും തീരുമാനിക്കപ്പെടുന്നില്ല കേരളത്തിൽ നിന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും വളരെ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പ്രാപ്തമായൊരു ജോലി അത് മതി എനിക്ക് എന്നൊന്ന് ചിന്തിക്കുന്നിടയാണ്. അപ്പൊ നമ്മൾ പണം മുടക്കൽ മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു യോഗ്യതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പണം മുടക്കുന്നുണ്ട്, രാജ്യം പണം മുടക്കുന്നുണ്ട്, സമൂഹത്തിന്റെ ആകെ പണം നമുക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നുണ്ട്. ആ ചെലവഴിക്കപ്പെടുന്നതെല്ലാം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, അമ്പലപ്പുഴ BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, സ്കൂൾ HM വി ഫാൻസി, കമാൽ M മാക്കിയിൽ, സി രാധാകൃഷ്ണൻ, സ്കിൽ സെന്റർ കോർഡിനേറ്റർ നസീം ഷാ എന്നിവർ സംസാരിച്ചു. VHSS പ്രിൻസിപ്പാൾ മേരി ഷീബ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസംഘം ആലപ്പുഴ ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ കോടതി പാലത്തിന് സമീപം പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കലവൂർ ജംഗ്ഷനിലെ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കലവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഇതോടുകൂടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.